തിരുവനന്തപുരത്ത് നിന്ന് ജിബിൻ JB കൂടി വിവരങ്ങൾ നൽകാനായി ചേരുന്നുണ്ട്. ജിബിൻ, നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഓരോ ദിവസവും ഇത്തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നുകൊണ്ടേയിരിക്കുകയാണ്. അധികൃതർ ഇപ്പോൾ എന്തൊക്കെ മുന്നറിയിപ്പുകളാണ്, എന്തൊക്കെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് ഇതിനെ ഒന്ന് പ്രതിരോധിക്കാൻ? ജിബിൻ, ഗുഡ് മോർണിംഗ്. മറന്നുപോയി, ഗുഡ് മോർണിംഗ് പറയാം. ഹാഷ്മി, കാരണം ഇതുമായി ബന്ധപ്പെട്ട് ഞെട്ടിക്കുന്ന കണക്കുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം കഴിഞ്ഞ 2 ആഴ്ചയിൽ മാത്രം സംസ്ഥാനത്ത് 7 പേരാണ് പാമ്പ് കടിയേറ്റ് മരിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ഒരു ദിവസം മാത്രം 2 പേർ, ഇടുക്കിയിലും കണ്ണൂരിലുമായി 2 പേർ, 2 സ്ത്രീകൾ കൂടി മരണപ്പെട്ടു. അങ്ങനെ 7 പേരാണ് കഴിഞ്ഞ 2 ആഴ്ചയ്ക്കുള്ളിൽ നമ്മുടെ സംസ്ഥാനത്ത് പാമ്പ് കടിയേറ്റ് മരിച്ചത്. തിരുവനന്തപുരത്ത് മാത്രം കഴിഞ്ഞ ദിവസം പാമ്പ് കടിയേറ്റ് ഇപ്പോൾ നിലവിൽ ചികിത്സയിലുള്ളത് 5 പേർക്കാണ്. 108 ആംബുലൻസിലേക്ക് വന്ന കോളുകളുടെ എണ്ണം 18ആണ്. അങ്ങനെ ഞെട്ടിപ്പിക്കുന്ന കണക്കുകളാണ് തിരുവനന്തപുരത്തും സംസ്ഥാനത്ത് നിന്ന് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. നേരത്തെ ദിൽഷ പറഞ്ഞതുപോലെ കോഴിക്കോട് ഈ മലയോര മേഖലയിലും ഗ്രാമീണ മേഖലയിലുമാണ് പാമ്പുകടികളുടെ എണ്ണം റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ തിരുവനന്തപുരത്ത് നേരെ തിരിച്ചാണ്. സിറ്റി മേഖലയിൽ ഉൾപ്പെടെ പാമ്പുകടി ഏൽക്കുന്നവരുടെ എണ്ണം ഓരോ ദിവസം വർദ്ധിച്ചു വരികയാണ്. കഴിഞ്ഞ ദിവസം രാത്രിയോട് കൂടിയാണ് പൂജപ്പുരയിൽ ഒരു സ്ത്രീക്ക് പാമ്പുകടി ഏൽക്കുന്നത്. ഇവരും തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. പക്ഷേ ഒരു ആശ്വാസകരമായ കാര്യമെന്ന് പറയുന്നത് ആരോഗ്യവകുപ്പ് ഇതിൽ കൃത്യമായി ഇപ്പോൾ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കൃത്യമായി എല്ലാ ആശുപത്രിയിലും, പ്രത്യേകിച്ച് താലൂക്ക് തലം മുതലുള്ള എല്ലാ ആശുപത്രിയിലും ആന്റി സ്നേക്ക് വെനം കൃത്യമായി ലഭ്യമാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട്. നേരത്തെ ആരോഗ്യവകുപ്പ് ഒരു മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളതും അതാണ്. കാരണം പാമ്പുകടി ഏൽക്കുകയോ അല്ലെങ്കിൽ പാമ്പുകടി ഏറ്റതായി സംശയം പ്രകടിപ്പിക്കുകയോ ചെയ്തു കഴിഞ്ഞാൽ നേരെ 108 ആംബുലൻസിൽ വിളിക്കുക. 108 ആംബുലൻസിൽ വിളിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഏതൊക്കെ ആശുപത്രിയിലാണ് ഈ ആന്റി സ്നേക്ക് വെനം എന്നുള്ളത് കൃത്യമായ റിപ്പോർട്ടുകൾ അവർക്ക് കൈവശം കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ 108 ആംബുലൻസിനെ വിളിച്ചു കഴിഞ്ഞാൽ അതിവേഗം തന്നെ ഈ ആശുപത്രിയിലേക്ക്, ആന്റി സ്നേക്ക് വെനമുള്ള ആശുപത്രിയിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ളത് ഒരു കാര്യം കൂടി ആരോഗ്യവകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പായി നൽകിയിട്ടുണ്ട്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ആ സമയത്ത് സ്വീകരിക്കേണ്ട ജാഗ്രതാ നിർദ്ദേശത്തെക്കുറിച്ചും കൂടി പറയുന്നു. കാരണം പ്രത്യേകിച്ച് നമ്മൾ ഈ പണ്ടൊക്കെ സ്വീകരിച്ചിരുന്ന കുറച്ച് പാടുകളുണ്ട്. അതായത് ഒരാളെ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ ഈ കടിയേൽക്കുന്ന ഭാഗത്ത് മുകളിലായി തന്നെ തുണി ഇറക്കി കെട്ടുക, അല്ലെങ്കിൽ അവിടെ തന്നെ മറ്റൊരു മുറിവുണ്ടാക്കി രക്തം പുറത്തേക്ക് കളയുക, അങ്ങനെയുള്ള പഴയ പ്രാചീന രീതികളുണ്ടായിരുന്നു. ഇതൊന്നും തന്നെ പയറ്റാൻ നിൽക്കാതെ പാമ്പ് കടിയേറ്റ് കഴിഞ്ഞാൽ അവരെ കൂടുതൽ നടക്കാൻ അനുവദിക്കാതെ അതിവേഗം തന്നെ എടുത്തുകൊണ്ടോ അല്ലെങ്കിൽ സ്ട്രക്ചറിലോ ആംബുലൻസിൽ എത്തിച്ച് അവിടെ നിന്ന് അതിവേഗം ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളൊരു കാര്യം മാത്രമാണ് ചെയ്യാൻ സാധിക്കുന്നതെന്നാണ് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പായി നൽകിയിട്ടുള്ളത്. എന്തായാലും സ്വയം പ്രതിരോധം തീർക്കുക, അതിൽ കൂടുതൽ നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ഈ പറയുന്നത് പോലെ തന്നെ വീട്ടിൽ ഇപ്പോഴും ഇന്നും നമ്മൾ കണ്ടതാണ്, ഈ ദിൽഷ പറഞ്ഞ വാർത്തയിൽ പറയുന്നത് പോലെ വീട്ടിൻ്റെ അകത്തുനിന്ന്, പ്രത്യേകിച്ച് കട്ടിലിൻ്റെ തലയണയുടെ അടിയിൽ നിന്ന് പോലും പാമ്പുകളെ പിടികൂടുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുമ്പ് ഈ കട്ടിലിൻ്റെ ഭാഗങ്ങളിലൊക്കെ തന്നെ ഒന്ന് ശ്രദ്ധിക്കുന്നതായിരിക്കും. പ്രത്യേകിച്ച് ഈ പല വീടുകളിൽ പണ്ട് മുതലേ കണ്ടുവരുന്നതാണ്, വീട്ടിൽ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ ഈ കട്ടിലിൻ്റെ അടിഭാഗത്തേക്ക് കൂട്ടിവെക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അക്കാര്യങ്ങളൊക്കെ തന്നെ കൃത്യമായി മാറ്റി വീടുകളിലൊക്കെ തന്നെ ശുചിത്വം കൂടുതൽ ശ്രദ്ധിക്കുകയും വീടിൻ്റെ സമീപ പറമ്പുകളിലുമൊക്കെ ഈ കൂട്ടിക്കിടക്കുന്ന ആവശ്യമില്ലാത്ത ഉപയോഗശൂന്യമായ വസ്തുക്കളൊക്കെ കൃത്യമായി നീക്കം ചെയ്യണമെന്നുള്ള കൂടി ഈ മുന്നറിയിപ്പായി നൽകുകയും ചെയ്തിട്ടുണ്ട്. ഹാഷ്മി, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.